നമസ്കാരം. ബോധിയുടെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ സയൻസ് എന്താണ് എന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. സയൻസിന് 2 ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അവിടെ എന്താണ് ഫിസിക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഫിസിക്സിലെ ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആൻഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ അളവുകളും യൂണിറ്റുകളും എന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേബിൾ തന്നിട്ട് അതുകൂടി പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ പഠിച്ചു വയ്ക്കുക. ഏകദേശം ഒരു 7ഓളം അളവുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ യൂണിറ്റുകളും പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ അളവുകൾ, എന്താണ് യൂണിറ്റ് എന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൽ നമ്മുടെ ടേബിളിലെ ഫസ്റ്റ് ആദ്യത്തെ അളവായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെങ്ത് ആണ്. ആദ്യത്തെയായിട്ട് കൊടുത്തിരിക്കുന്നത് ലെങ്ത് ആണ്. ലെങ്ത് അല്ലെങ്കിൽ നീളം. അവിടെ നീളത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ല എന്താണ് ഈ SI യൂണിറ്റ്? നമ്മുടെ പാഠഭാഗത്തിലുള്ള എക്സ്പെരിമെന്റുകളിലൂടെ തന്നെ നമുക്കിതിനെ പറ്റി പറയാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇവിടെ കാണുന്ന ഈ വൈറ്റ് ബോർഡ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെൻസിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറയുകയാണ്. എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട്. ഞാനിപ്പോൾ ഈ പെൻസിൽ ഉപയോഗിച്ച് ഞാൻ ഈ വൈറ്റ് ബോർഡിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ നോക്കുകയാണ്. ഇതുപയോഗിച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഈ വൈറ്റ് ബോർഡിൻ്റെ നീളം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന പെൻസിലിൻ്റെ 6.5 യൂണിറ്റ് ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങളോട് എല്ലാവരും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെൻസിൽ ഉപയോഗിച്ച് നമ്മുടെ വൈറ്റ് ബോർഡിൻ്റെ നീളം മെഷർ ചെയ്യാൻ പറയുകയാണ്. എല്ലാവർക്കും കിട്ടുന്നത് സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. എനിക്ക് കിട്ടിയത് 6.5 യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്നത് 6.5 യൂണിറ്റ് തന്നെ ആയിരിക്കും? ഇല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന പെൻസിലിൻ്റെ ലെങ്ത് ചിലപ്പോൾ എന്താവും, വ്യത്യാസമായിരിക്കും. അതുപോലെ നമുക്ക് കിട്ടുന്ന അളവിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അളവുകളും എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ വ്യത്യാസമായിരിക്കും. അവിടെയാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. ഞാനിപ്പോൾ എവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏതൊരു രാജ്യത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞാനിപ്പോൾ ലെങ്ത്തിന് 10 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്നതെനിക്ക് കൃത്യം 10 മീറ്റർ ലെങ്ത് തന്നെ ആയിരിക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമുക്ക് വേണം. അങ്ങനെ ലെങ്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ഏതെന്ന് പറയുക, മീറ്റർ എന്ന് പറയുക. നമ്മുടെ കയ്യിലൊക്കെ നമുക്കൊക്കെ നമ്മുടെ ജോമെട്രി ബോക്സിലൊക്കെ സ്കെയിൽ കിട്ടും അല്ലേ? അതൊരു മീറ്റർ സ്കെയിലാണ്. അതിൽ ചിലപ്പോൾ 15 സെൻറ്റിമീറ്ററോ ഇതിലിപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. ഇതിൽ കൊടുത്തേക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്താണ് മീറ്റർ, എന്താണ് സെൻറ്റിമീറ്റർ? അപ്പോൾ അതിനെ പറ്റിയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഈ ബോർഡിൽ വൈറ്റ് ബോർഡിൽ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്യാൻ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്. ഈ സ്കെയിൽ ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലെങ്ത് എനിക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് മെഷർ ചെയ്യുമ്പോൾ ഇത് കൃത്യം 13 സെൻറ്റിമീറ്റർ ആണ് ഞാനിപ്പോൾ വരച്ച ഈ ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ലൈൻ്റെ നീളം എന്ന് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞ യൂണിറ്റ് 13 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ബോർഡിൽ ഞാനൊരു കർവ്ഡ് ലൈൻ വരച്ചു. ഇതിൻ്റെ ലെങ്ത് ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറയുകയാണ്. ഇതുപയോഗിച്ച് എനിക്കിത് മെഷർ ചെയ്യാൻ പറ്റൂ? ഇല്ല. ഇതൊരു കർവ്ഡ് ലൈൻ ആണല്ലേ, എനിക്കിതെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു നൂലുണ്ട്. ഈ നൂല് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ കർവ്ഡ് പാത്തിൽ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ നൂല് വെച്ച് നോക്കുകയാണ്. ഇത് നോക്കി, ഈ നൂല് ഉപയോഗിച്ച് എനിക്ക് കിട്ടിയത് നമ്മുടെ ഈ കർവ്ഡ് ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ നൂലിൻ്റെ ഇത് മുതൽ ഇതുവരെയുള്ള നീളമാണ്. എനിക്കെങ്കിൽ ഈ നൂലിൻ്റെ നീളം എന്ന് പറയുന്നത് സ്കെയിൽ ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെഷർ ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ലെങ്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ എന്താണ് ഈ സെൻറ്റിമീറ്റർ? നമ്മളൊരു മീറ്റർ സ്കെയിൽ നോക്കുകയാണെങ്കിൽ, ഒരു മീറ്റർ സ്കെയിലിൽ 1 മുതൽ 100 വരെ ചെറിയ അളവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതിലെ ഓരോ യൂണിറ്റുകളും ഓരോ സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു മീറ്റർ കിട്ടുക. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ എന്നെനിക്ക് പറയാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്തു, ഈ കർവ്ഡ് ലൈനിൻ്റെ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു പേപ്പറിൻ്റെ തിക്നെസ് അളക്കാൻ പറയുകയാണ്. നിങ്ങളുടെ കയ്യിലെ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പറിൻ്റെ തിക്നെസ് അളക്കണം. നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ മാത്രമേ ഉള്ളൂ. എങ്ങനെ മെഷർ ചെയ്യും? എൻ്റെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ട്. ഈ നോട്ട്ബുക്കിന് ഏകദേശം 100, ഇതിനകത്ത് ഈ നോട്ട്ബുക്കിൽ 100 പേപ്പറുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സ്കെയിലും ഉണ്ട്. എനിക്ക് ഒരു പേപ്പറിൻ്റെ തിക്നെസ് അളക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ 100 പേപ്പറിൻ്റെ തിക്നെസ് എനിക്ക് എന്ത് ചെയ്യാം, ഈ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് 1 സെൻറ്റിമീറ്റർ ആണ് ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും 100 പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1/100 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. ശരിയല്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്പിയർ ഷേപ്പുള്ള അല്ലെങ്കിൽ ഒരു ബോൾ നിങ്ങളുടെ കയ്യിൽ തരികയാണ്. ഒരു ബോൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞാൻ പറയുകയാണ് ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ലെങ്ത് മെഷർ, അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ പറയുകയാണ്. ഒരു സ്പിയറിൻ്റെ ഡയമീറ്റർ ഈ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. എങ്ങനെ മെഷർ ചെയ്യും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബോളുണ്ട്. ഈ ബോളിൻ്റെ ഡയമീറ്റർ എനിക്ക് എന്ത് ചെയ്യണം, ഈ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. എന്താണ് ഡയമീറ്റർ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇത് ഉപയോഗിച്ച് എനിക്കിത് മെഷർ ചെയ്യാൻ പറ്റൂ. എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നോട്ട്ബുക്ക് ഉണ്ട്, പിന്നെ എൻ്റെ കയ്യിലൊരു ഡസ്റ്റർ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ ബോളിനെ ഇതുപോലെ ഇവിടെ വച്ചു. ഞാൻ ഈ നോട്ട്ബുക്ക് ഇതിവിടെ വച്ചു. പിന്നെ എൻ്റെ കയ്യിൽ പെന്നുണ്ട്. ഞാൻ ഈ പെൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഇത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവിടെ മാർക്ക് ചെയ്താൽ പറ്റൂ? ഇല്ല. ഇതിൻ്റെ ഇന്നർ പോർഷനാണ് ബോളുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുക. ഞാൻ ഈ പോർഷൻ ഇവിടെ മാർക്ക് ചെയ്തു. സെയിം അതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഇതും ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഈ 2 ലൈനിൻ്റെ ലെങ്ത് എനിക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഇത് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം 20 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഈ ബോളിൻ്റെ ഡയമീറ്റർ എനിക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ലെങ്ത് എന്ന് പറയുന്ന അളവ് അല്ലെങ്കിൽ നീളത്തിൻ്റെ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ് അല്ലേ? എന്തിനീ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൊടുത്തു എന്ന് നമുക്കറിയാം. നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ഞാനിപ്പോൾ 1 മീറ്റർ നീളമുള്ള ഒരു കയറ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഞാൻ അളക്കുന്ന മെഷർമെൻറ്റും വേറൊരാൾ അളക്കുന്ന മെഷർമെൻറ്റും എന്ത് ചെയ്യണം, സെയിം തന്നെ ആയിരിക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള അളവുകൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീളത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴത്തേക്കാണ് എന്താവുക, ഒരു മീറ്റർ ആവുക. ഇനി നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ നോക്കിയേ. സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് ചെറിയ വരകൾ കാണാം അല്ലേ? ഒരു 0 മുതൽ 1 സെൻറ്റിമീറ്റർ വരെ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 10 വരകൾ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് എത്ര വരകളുണ്ട്, എത്ര യൂണിറ്റുകളുണ്ട്? 10 യൂണിറ്റുകളുണ്ട്. എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് മില്ലിമീറ്റർ എന്നാണ്. 10 മില്ലിമീറ്റർ ചേരുമ്പോഴത്തേക്കാണ് എന്താവുക, ഒരു സെൻറ്റിമീറ്റർ ആവുക. ഞാൻ പറഞ്ഞു 1 മീറ്റർ ചേരുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുക, 100 സെൻറ്റിമീറ്റർ ആവുക. അതുപോലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. എനിക്ക് ചോദിച്ചോട്ടെ, 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? സിമ്പിളായിട്ട് നമുക്ക് പറയാം, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ? അതുപോലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ 1 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം 100 × 10 എത്ര, 1000 മില്ലിമീറ്റർ. ശരിയാണോ? അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ അളവുകളിലേക്ക് വരുമ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള യൂണിറ്റുകളുണ്ട്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്, അതിലും ചെറിയ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, അതിൽ ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. അതുപോലെ മൈക്രോമീറ്റർ, നാനോമീറ്റർ, ഇങ്ങനെ ചെറിയ നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അളവുകൾ മെഷർ ചെയ്യാനും നമുക്ക് എന്തുണ്ട്, യൂണിറ്റുകളുണ്ട്. അതുപോട്ടെ, ഇനി ഞാൻ വലിയ വലിയ അളവുകളിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ ഒരു മീറ്റർ സ്കെയിലുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ മുതൽ അല്ലെങ്കിൽ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം പറയണം.
ആ ദൂരം പറയണമെങ്കിൽ എനിക്ക് മീറ്റർ ഉപയോഗിച്ച് പറയാൻ സാധിക്കൂ? ഇല്ല. അപ്പോൾ മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റ് വേണം എനിക്ക് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അറിയണമെങ്കിൽ, അല്ലേ? അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ചേരുമ്പോഴാണ് എന്താവുക? 1 കിലോമീറ്റർ ആവുക. ഇനി ഇതിലും വലിയ അളവുകൾ അളക്കണം എന്നുണ്ടെങ്കിലോ? ഇപ്പോൾ എനിക്ക് നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അളക്കണം, അല്ലെങ്കിൽ 2 പ്ലാനറ്റുകൾ തമ്മിലുള്ള അകലം അളക്കണം, 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അളക്കണം. എനിക്ക് കിലോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കൂ? ഇല്ല, ശരിയല്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഇതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് AU എന്നാണ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമാണ് എന്തെന്ന് പറയുക? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുക. ഓക്കെ, അതുപയോഗിച്ച് എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അളക്കാം, സൂര്യനും മറ്റൊരു ഗ്രഹമായിട്ടുള്ള അകലം അളക്കാം. അങ്ങനെ എനിക്ക് നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയൂഥത്തിനകത്തുള്ള ഗ്രഹങ്ങളുടെ അകലമൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാം. ഇനി ഞാൻ പറയുകയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ പ്രോക്സിമ സെന്റോറിയാണ്, അല്ലേ? കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ആൽഫ സെന്റോറിയാണ്. ഇതുപോലെ സൂര്യനും പ്രോക്സിമ സെന്റോറിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എനിക്ക് അളക്കണം. അവിടെയും എനിക്ക് ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിലും വലിയ ദൂരം അളക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് ഇയർ ഉപയോഗിക്കാം. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഫിസിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ലൈറ്റിനെ പറ്റി. അതിനെപ്പറ്റി നമുക്ക് ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ 1 സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണ്. 1 സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ ആണ്. അപ്പോൾ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഇയർ ആണ്. ഇനി ഇതിലും വലിയ നീളം അളക്കണമെന്നുണ്ടെങ്കിലോ? ഇതിനേക്കാൾ വലിയ നീളം എന്താണ്? നമുക്ക് നക്ഷത്രങ്ങളെ പറ്റി അറിയാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ചുറ്റുമായിട്ട് നമ്മുടെ 8ഓളം ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതുപോലെ സൂര്യനെ പോലെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ഈ ഓരോ സ്റ്റാർസിനും ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് 2 സ്റ്റാറുകൾ തമ്മിലുള്ള നീളം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഇയർ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൻഡ്രോമിഡ ഗാലക്സിയുമായിട്ടുള്ള ദൂരം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ലൈറ്റ് ഇയർ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും? അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് പാഴ്സെക് ആണ്. 3.26 ലൈറ്റ് ഇയർ ആണ് എന്തെന്ന് പറയുക? ഒരു പാഴ്സെക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് അളവ്, എന്താണ് യൂണിറ്റ്, മെഷർമെന്റ് ആൻഡ് യൂണിറ്റിനെ പറ്റി പറഞ്ഞു, അല്ലേ? അത് അവിടുന്ന് ലെങ്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ലെങ്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞു. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് നിങ്ങൾ ചെറിയൊരു ബോക്സ് ആക്കുക. ബോക്സ് ആക്കിയിട്ട് നമ്മുടെ ചെറിയ അളവുകൾ മുതൽ വലിയ അളവുകൾ പാഴ്സെക്ക് വരെ ഒരു ബോക്സിനകത്ത് എഴുതി വയ്ക്കുക. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം.